വനിതാ സംവരണ ബില്ല് പരാജയപ്പെട്ടിട്ട് മോദി ഒരുക്കിയ വാരിക്കുഴിയാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ചിലർക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ ഞാൻ ആ സംശയം ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിത്തരാം. 12 വർഷത്തെ ഭരണത്തിനിടയിൽ ആദ്യമായിട്ട് ഒരു ബില്ല് പാർലമെന്റിൽ പരാജയപ്പെടുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മൈക്കിന് മുന്നിലെത്തി വിളിച്ചു പറയുകയാണ്, ഇത് മോദിയുടെ തകർച്ചയുടെ തുടക്കമാണ്. ആവേശത്തിൽ പ്രതിപക്ഷം ലഡു വിതരണം ചെയ്യുന്നു. പക്ഷേ ശരിക്കും ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണോ, അതോ മോദി അമിത്ഷാ വിരിച്ച കെണിയിൽ കോൺഗ്രസ് പോയി നടുവും തല്ലി വീണതാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. തോൽക്കും എന്ന് ഉറപ്പുള്ള 100% ഉറപ്പുള്ള ഒരു ബില്ല് മോദി എന്തിനാ സഭയിൽ കൊണ്ടുവന്നത്? സഖ്യകക്ഷികളായ നിതീഷ് കുമാറിനോടോ അല്ലെങ്കിൽ നായിഡുവിനോടോ പോലും ആലോചിക്കാതെ ഇത്രയും വലിയൊരു നീക്കം നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ കാണില്ലേ? ഉണ്ട്. BJP ലക്ഷ്യമിട്ടത് ഈ പരാജയം തന്നെയാണ്. ബില്ല് പരാജയപ്പെട്ടതോടെ മോദിയുടെ കയ്യിൽ ഒരു വിക്ടിം കാർഡ് കിട്ടി. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് വരികയാണ്. 2034 വരെ കാത്തു നിൽക്കാതെ ഇത് ഇപ്പൊ തന്നെ സംവരണം എന്ന് പ്രഖ്യാപിച്ച മോദിയെ പ്രതിപക്ഷം തടഞ്ഞു എന്ന പ്രതിച്ഛായ മോദി ഉണ്ടാക്കിയെടുത്തു. ഇനി ബംഗാളിലെ തെരുവുകളിൽ ചെന്ന് മോദിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം, ഞാൻ നിങ്ങൾക്ക് അധികാരം തരാൻ നോക്കി, പക്ഷേ മമതയും കോൺഗ്രസും ഒക്കെ ചേർന്ന് അതങ്ങ് തടഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനെ വനിതാ വിരുദ്ധരെന്ന് മുദ്രകുത്താൻ മോദിക്ക് ഇതോടെ സാധിച്ചു. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇനിയാണ് വരാനിരിക്കുന്ന വലിയ തിരിച്ചടി. മണ്ഡലം പുനർവിഭജനം നടക്കുമ്പോൾ ജനസംഖ്യ കുറഞ്ഞ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് എംപിമാരുടെ എണ്ണം കുറയുമെന്ന പേടി നമുക്കുണ്ട്. അത് പരിഹരിക്കാൻ അമിത്ഷാ മുന്നോട്ട് വെച്ച നിർദ്ദേശം എന്തായിരുന്നു? സീറ്റുകളൊന്നും കുറയ്ക്കേണ്ട, പകരം നിലവിലുള്ളതിന്റെ 50% വർദ്ധിപ്പിക്കാം എന്നാണ്. അതായത് കേരളത്തിലെ 20 സീറ്റ് 30 ആക്കാം. ഇതൊരു സുവർണാവസരമായിരുന്നു. കേന്ദ്രം ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് മോദിയെ തോൽപ്പിക്കണമെന്ന ആ ഒരു വാശിയിൽ കോൺഗ്രസ് ആ ഓഫർ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. നാളെ ജനസംഖ്യാടിസ്ഥാനത്തിൽ കേരളത്തിന് സീറ്റുകൾ കുറയുമ്പോൾ BJP പറയും, അന്ന് ഞങ്ങൾ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞാണ്. അത് തടഞ്ഞത് കോൺഗ്രസ് ആണ്. ഇതിന് മറുപടി പറയാൻ കോൺഗ്രസിന് അന്ന് കഴിയില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ദക്ഷിണേന്ത്യയുടെ സുരക്ഷാ കവചമാണ് അവർ തകർത്ത് കളഞ്ഞത്. പ്രതിപക്ഷം ഇപ്പൊ കഴിക്കുന്ന ലഡുവിന് ഭാവിയിൽ എന്തായാലും വലിയ വില കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?